ആമേൻ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ നല്ലതും വിലയിരുതുമായ പ്രഭാതത്തിനായി സ്തോത്രം. ദൈവസന്നിധാനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. വിശേഷാൽ ഈ ദേശനിവാസികളോട് മാറ്റമില്ലാത്ത സുവിശേഷം പറയുവാൻ അടിയങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഉപകാരത്തിനായി സ്തോത്രം ചെയ്യട്ടെ. ഞങ്ങളുടെ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് ശോധന ചെയ്തുകൊണ്ട് മാറാകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ ഈ ദേശത്ത് നിന്ന് അനേകർ ദൈവത്തിനു വേണ്ടി എഴുന്നേൽക്കുവാൻ, മാറ്റമില്ലാത്ത സുവിശേഷത്തിന് വേണ്ടി ഏൽപ്പാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ ടീം അംഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. പാട്ടുകൾ, പ്രാർത്ഥനകൾ, ആരാധന ഗീതങ്ങൾ, ആമേൻ, വചനധ്യാനങ്ങൾ, അതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. സമസ്തവും ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഭാരത്തോടെ നീ കഴിക്കുകയോ, ഭാരത്തോടെ നീ കഴിക്കുകയോ, വന്നോടെ പാദം തേടിടുകേ, പിന്നാതെ നിന്നെ ചേർത്തിടുകേ, വന്നോടെ പാദം തേടിടുകേ, പിന്നാതെ നിന്നെ ചേർത്തിടുകേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. നീലം പോലും കണ്ണീരുമുറ്റോരുടയവരും, കെട്ടിയ വീടും നീലം പോലും കണ്ണീരുമുറ്റോരുടയവരും, വിട്ടു ജീവൻ പോയാൽ കൂടെ വരാതെ വിട്ടു ജീവൻ പോയാൽ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും, തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും, ഘോര കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി തന്നടിപ്പിണരാ, ഘോര കുരിശിൽ ചുമന്നു
വന്നു നിന്നെ സൗഖ്യമാക്കി തങ്ങളിൽ പുനരാൻ വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. സത്യവചനം കേട്ടുനിവാ നിത്യജീവൻ നിനക്കേടുമേ. സത്യവചനം കേട്ടുനിവാ നിത്യജീവൻ നിനക്കേടുമേ. നിവരും ജീവാ പുസ്തകത്തിൽ ഉണ്മയായി എഴുതിയിടുമേ. നിവരും ജീവാ പുസ്തകത്തിൽ വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഞങ്ങളെ അടുത്തമകലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദേശനിവാസികൾക്കും വേഗമാഗമനം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ സമാധാനവും നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയും മുൻകണ്ടുകൊണ്ട് ദൈവസഭ ഒരുക്കിയിരിക്കുന്ന സുവിശേഷ സന്ദേശ യാത്രയിലേക്ക് ഞങ്ങൾ നിങ്ങളെവരെയും ഹൃദയംഗമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് ഇന്ന് നിങ്ങൾ ഇവിടെ കേൾക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷത്തെ നിങ്ങൾക്ക് കൈമാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ ഞങ്ങൾ വിശ്വസിച്ച വിശ്വാസ പ്രമാണങ്ങളും ഞങ്ങൾ ആചരിച്ച ആചാരാനുഷ്ഠാനങ്ങളും കഴിച്ച നേർച്ചകളും അർപ്പിച്ച തർപ്പണങ്ങളും നേടിയെടുത്ത വിദ്യാഭ്യാസവും അതിലൂടെ ലഭ്യമായ സാമ്പത്തിക നന്മയും സ്നേഹിച്ച സ്നേഹിതന്മാരും ഉപദേശിച്ച ഉപദേശങ്ങളും ജന്മം നൽകിയ മാതാപിതാക്കന്മാരും അങ്ങനെ സകലരും ഒരേപോലെ പരാജയപ്പെട്ടപ്പോൾ പരാജയയിടത്തു നിന്ന് ഞങ്ങളെ വിജയത്തിലേക്ക് എത്തിച്ച അഭിമാനമുള്ളവരാക്കി ദേശത്തിന് കൈമാറിയത് ഈ സന്ദേശമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അഭിമാനത്തോടുകൂടെ തന്നെ ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുവാനിടയാകുന്നത്. ഈ സന്ദേശത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സമാധാനത്തിന്റെ സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, ഏതു മനുഷ്യനും പ്രകാശിപ്പിക്കുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ലോകത്തിൽ ഏതെന്ന് ചോദിച്ചാൽ അത് സുവിശേഷം മാത്രമേയുള്ളൂ. അതുകൊണ്ട് ഈ സന്ദേശത്തെ സദ്വാർത്ത അല്ലെങ്കിൽ നല്ല വാർത്ത എന്ന് ലോകത്തിൽ അറിയപ്പെടുവാനായിട്ടിടയാകുന്നു. നമുക്കറിയാം, ദൈനംദിന ജീവിതത്തിൽ നാം കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്ന വാർത്തകൾ മനുഷ്യകുലത്തെ പ്രയാസപ്പെടുത്തുന്നു, നിരാശപ്പെടുത്തുന്നു, വേദനിപ്പിക്കുന്നു, ഭയപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, സമാധാനം നൽകാൻ കഴിയുന്ന, പ്രത്യാശ നൽകുവാൻ കഴിയുന്ന, ബലഹീനരെ ബലവാന്മാരാക്കി മാറ്റാൻ കഴിയുന്ന, നിങ്ങളെ ഉദ്ധരിക്കുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം അത് സുവിശേഷം മാത്രമാണ്. അതുകൊണ്ട് സുവിശേഷം കേൾക്കാൻ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സമയം ഏറ്റവും മഹത്വകരമായ സമയമാണ്. അതുകൊണ്ട് ഈ സന്ദേശത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സന്ദേശത്തിന്റെ പ്രഥമമായ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരണത്തിനപ്പുറത്തേക്ക് മനുഷ്യന് എത്തിക്കാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. നമുക്കറിയാം, മരണത്തിനപ്പുറം മനുഷ്യന്റെ ജീവിതമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, മരണശേഷം മനുഷ്യന് ജീവിതമുണ്ടെന്ന് പലതും വിശ്വസിക്കുമ്പോൾ, പക്ഷേ മരണശേഷമുള്ള മനുഷ്യന്റെ ജീവിത തലങ്ങളെക്കുറിച്ച് അവ്യക്തമാണ് പലർക്കും. എന്നാൽ മരണശേഷം മനുഷ്യന്റെ ജീവിതം എവിടെ എന്നത് വളരെ നിശ്ചയമായി, വളരെ ലളിതമായി, വളരെ ആധികാരികതയോടെ ലോകത്തോട് കൈമാറുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോൾ മരിക്കുമെന്നതല്ല വിഷയം. ഒരുപക്ഷെ ഏത് സമയത്തും മരിച്ചേക്കാം. അപ്പോൾ മരണസമയമല്ല വിഷയം എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ രാവിലെയാകാം, ഉച്ചയ്ക്കാകാം, പ്രിയപ്പെട്ടവരെ സന്ധ്യയ്ക്കാകാം, രാത്രിയുടെ ഉറക്കത്തിലാകാം,
ഏത് സമയത്താണ് മരണം നമ്മെ പിടിക്കുന്നത് അറിയത്തില്ല. രണ്ട്, എങ്ങനെയാണ് മരിക്കുന്നതിലും വിഷയമല്ല. പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ ക്യാൻസർ വന്നാകാം, ഒരുപക്ഷെ വാഹന അപകടത്തിലൂടെ ആകാം, വാർദ്ധക്യ സഹജമായ ശാരീരികമായ ക്ഷീണത്തിലൂടെ ആകാം മനുഷ്യൻ മരിക്കുന്നത്. അപ്പോൾ മരണം ഏത് സമയത്ത്, എങ്ങനെ, ഏത് പ്രായത്തിൽ എന്നതിലല്ല വിഷയം. അറിയിച്ച് മരണശേഷം മനുഷ്യൻ എവിടെ ചെന്നെത്തുന്നു, അതാണ് വിഷയം. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയാതെ പോകരുത്. മരണം മനുഷ്യത്തിന്റെ അവസാനമല്ല. മരണത്തിനപ്പുറം നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം എവിടെയാണ്? ബൈബിൾ പറയുന്നു, മരണാനന്തരം മനുഷ്യൻ ചെന്നെത്തുന്നത് രണ്ട് നിത്യതകളിലേക്കാണ്. ഒന്നാമത്തെ നിത്യത എന്ന് പറയുന്നത് നരകമാണ്. അതേ പ്രിയപ്പെട്ടവരെ, കെടാത്തതയും ചാകാത്ത പിടിവിനാൽ നിറയപ്പെട്ട അഗ്നികുണ്ഡത്തെയാണ് നരകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് നരകം യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഈ കാലത്തിന്റെ നടുവിൽ മരണത്തെക്കുറിച്ചും മരണാനന്തരമുള്ള മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ആവർത്തിച്ച് സുവിശേഷകന്മാർ പ്രസ്താവിക്കുമ്പോൾ ഒരുപക്ഷെ പലരും പുച്ഛിച്ചേക്കാം. അബദ്ധമാണെന്ന് പറഞ്ഞേക്കാം, കാപട്യമാണെന്ന് പറഞ്ഞേക്കാം. അല്ല പ്രിയപ്പെട്ടവരെ, അല്ല. മരണശേഷം മനുഷ്യന് ജീവിതമുണ്ട്. കെടാത്തതയും ചാകാത്ത പുഴുവും എന്ന് പറയുന്ന ഞങ്ങളുടെ സന്ദേശത്തെ ഒരുപക്ഷെ നിങ്ങൾ ഉൾക്കൊള്ളാതെ വന്നേക്കാം. കാരണം ഈ പ്രായത്തിന്റെ നടുവിൽ എത്രയോ പുഴുക്കളെ തീ കൊണ്ട് കൊന്ന ചരിത്രം നമുക്ക് ലോകത്തോട് പ്രസ്താവിക്കാനുണ്ട്. അപ്പോൾ ഇത് തെറ്റല്ലേ? അല്ല പ്രിയപ്പെട്ടവരെ, തെറ്റല്ല. ഞങ്ങൾ പറയാം, ചില വർഷങ്ങൾക്ക് മുമ്പ് മനോരമ പത്രത്തിന്റെ ഒടുവിലത്തെ പേജ് അറിയപ്പെടുന്നത് പിന്നാമ്പുറം എന്ന പേരിലായിരുന്നു. ആ പേജിൽ ഒരു വാർത്ത ഇങ്ങനെ വന്നു. കോളത്തിൽ പ്രാധാന്യത അർഹിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയായിരുന്നു. വാർത്ത ഇതായിരുന്നു: പ്രിയപ്പെട്ടവരെ, തിളച്ചു മറിഞ്ഞു ഒഴുകുന്നതായ ലാവയുടെ അടുക്കൽ ജീവനുള്ള പുഴുക്കളെ ശാസ്ത്രം കണ്ടെത്തുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, ലാവയുടെ അകത്ത് ജീവനുള്ള പുഴുക്കളെ ശാസ്ത്രം കണ്ടെത്തി എന്ന് മാത്രമല്ല, അതിന്റെ അകത്ത് അത് പെരുകിക്കൂടെ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ വേദപുസ്തകം ലോകത്തോട് വിളംബരം ചെയ്തു. അതേ കെടാത്തതയിൽ ചാകാത്ത പുഴു, ഇതാണ് നരകമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷത്തെ വളരെ വീര്യത്തോടെ, വളരെ വാഞ്ചയോടെ, ആത്മഭാരത്തോടെ ഞങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇതിനെ നിസാരവൽക്കരിക്കുന്ന പലരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ തമാശ എന്ന നിലയിൽ, കളിയാക്കി എന്ന് ഞങ്ങളോട് പറയാറുണ്ട്. അയ്യോ, നരകത്തിൽ പോകുവാൻ ആള് വേണ്ടേ? ഞങ്ങളും നരകത്തിൽ പോകുവാൻ റെഡിയായിരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ യഥാർത്ഥമായ തലങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ വിധത്തിൽ ഞങ്ങളോട് സംസാരിക്കാനായിട്ടിടയാകുന്നത്. ഒരുപക്ഷെ കെടാത്തതയും ചാകാത്ത പുഴുവിനാൽ നിറയപ്പെട്ട അഗ്നികുണ്ഡത്തിലേക്ക് നിങ്ങൾ എറിയപ്പെട്ട് അവിടെ നിങ്ങൾ മരിച്ചു വീണ് പോയിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്രമാത്രം ഈ സുവിശേഷത്തെ ഞങ്ങൾ പ്രസ്താവിക്കുകയില്ലായിരുന്നു. ഇത്രമാത്രം ആത്മാർത്ഥതയോടെ, ആത്മഭാരത്തോടെ ഞങ്ങൾ ഇത് പങ്കുവെക്കത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നരകത്തെ കുറിച്ച് പറയുന്ന പലയിടങ്ങളിലും അതിനു മുമ്പ് മറ്റൊരു പദപ്രയോഗം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ അത് നിത്യ നരകമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്ത, അന്തമില്ലാത്ത, ഒടുക്കമില്ലാത്ത നാളുകൾ. കെടാത്തതയിലും ചാകാത്ത പുഴുവിനാൽ നിറയപ്പെട്ട അഗ്നികുണ്ഡത്തിൽ നിങ്ങൾ എറിയപ്പെട്ട് നിങ്ങൾ ജീവിക്കേണ്ടി വരും. അത് ഒരു മനുഷ്യനും അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ സഹിക്കാനോ കഴിയുന്നതല്ല. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ട്. നിത്യമായ നരകത്തിൽ നിന്ന് എന്ന് പറഞ്ഞ് നിത്യമായ നരകത്തെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തി ഞങ്ങൾ ഇവിടുന്ന് മടങ്ങിപ്പോകാനല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ സൃഷ്ടിതാവായ ദൈവം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന മറ്റൊരിടമുണ്ട് കേട്ടോ. അതാണ് സ്വർഗമെന്ന് പറയുന്നത്. എന്താണ് സ്വർഗമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറയാം, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, പല്ലുകടിയില്ലാത്ത, വേദനയില്ലാത്ത, രോഗമില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത, പ്രിയപ്പെട്ടവരെ, ഒന്നും കൂടെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിന് പോലും നിങ്ങളെ പിടിക്കാൻ കഴിയാത്ത അനുഗ്രഹമേറിയ ഒരിടമാണ് സ്വർഗമെന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗത്തെ കുറിച്ചും പറയുന്നതിന് മുമ്പും നിത്യമായ നരകം എന്ന പദം തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിത്യമായ സ്വർഗം എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്ത കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ദൈവത്തോടൊരുമിച്ച് നിത്യമായ സ്വർഗത്തിൽ ആനന്ദത്തോടെ വസിക്കാൻ കഴിയും. അപ്പോൾ ഒരുപക്ഷെ ചോദ്യം ഞങ്ങളോട് ചോദിച്ചേക്കാം, അയ്യോ, എന്തുകൊണ്ട് മനുഷ്യനെ ദൈവം നരകത്തിൽ തള്ളിക്കളയുന്നു? ദൈവം എന്തുകൊണ്ട് സ്വർഗത്തിലേക്ക് ചിലരെ പ്രവേശിപ്പിക്കുന്നു? ദൈവത്തിന് ഉപപക്ഷമില്ലേ? എന്തുകൊണ്ട് മനുഷ്യൻ നരകത്തിൽ പോകുന്നു? ഞങ്ങൾ പറയാം, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുഖപക്ഷമുള്ളത് കൊണ്ടല്ല, പിന്നെയോ നരകത്തിൽ പോകുവാൻ മനുഷ്യനിൽ കാരണമുണ്ട്. എന്താണ് കാരണം? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ
ആവർത്തിച്ച് പറയാം. ആരാണ് നരകത്തിൽ പോകുന്നത്? യൂറോപ്പിൽ ജനിച്ചവർ നരകത്തിൽ പോകട്ടെ എന്നല്ല, വിദ്യാവിഹീനർ നരകത്തിൽ പോകട്ടെ എന്നല്ല, യാചകൻ നരകത്തിൽ പോകട്ടെ എന്നല്ല, വിരൂപികൾ നരകത്തിൽ പോകട്ടെ എന്നല്ല, വിദ്യാസമ്പന്നനായാലും വിദ്യാവിഹീനനായാലും ഏഷ്യക്കാരനായാലും യൂറോപ്പുകാരനായാലും മലയാളിയായാലും പ്രിയപ്പെട്ടവരെ, നരകത്തിൽ പോകുവാൻ മനുഷ്യന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഏക കാരണം. ആ കാരണം എന്ന് പറയുന്നത് പാപമാണ്. അതേ പ്രിയപ്പെട്ടവരെ, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപിയായി തന്നെ മരിച്ചു പോയാൽ ആ മനുഷ്യൻ ചെന്നെത്തുന്നിടമാണ് നരകമെന്ന് പറയുന്നത്. അപ്പോൾ ചോദിച്ചേക്കാം, മനുഷ്യൻ പാപിയാണോ? ഒരുപക്ഷെ നിങ്ങൾ അവകാശപ്പെട്ടേക്കാം, ഞങ്ങൾ പാപിയല്ല. കൊലപാതക പരമ്പര നടത്തിയ കൂടത്തായ ജോലിയല്ലേ പാപി എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും അതേ പാപി തന്നെയാണ്. നരബലി നടത്തിയ പത്തനംതിട്ടയിലെ സഹോദരിമാരും ആ വാത്സല്യ സഹോദരനും വലിയ പാപി എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും അതേ പാപി തന്നെയാണ്. കാമുക സ്നേഹം നിലക്ക് പിടിച്ചുകൊണ്ട് സ്വന്തം തലമുറയെ കാമകന്മാർക്ക് കാഴ്ചവെക്കുന്ന സഹോദരിമാരല്ലേ പാപി എന്ന് ചോദിച്ചാൽ ഞങ്ങൾ നിഷേധിക്കത്തില്ല, അവർ പാപി തന്നെയാണ്. എന്നാൽ ഇന്ന് പകൽക്കാല ശബ്ദവരെ ഞങ്ങൾ ശ്രമിക്കുന്നവരെ ഇന്ന് പകൽ മനസ്സിലാക്ക, ഹാലിൽ ബൈബിൾ മറുപടി പറയുന്നുണ്ട്. ഇതാ ഞാൻ അകൃത്യത്തിൽ ഒരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. മനുഷ്യനായി ജന്മമെടുക്കുന്ന സകല മനുഷ്യരും പാപത്താലാണ് ജനിക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതേ പ്രിയപ്പെട്ടവര്, സകല മതവും ഒരേ ശബ്ദത്തോട് ലോകത്തോട് പറയുന്നു, മനുഷ്യൻ പാപിയാണ്. പ്രാർത്ഥനാ ശ്ലോകങ്ങൾ ചൊല്ലി നോക്കൂ. ആ പ്രാർത്ഥനാ ശ്ലോകങ്ങൾ മുഴുവൻ ലോകത്തോട് പറയുന്നു, മനുഷ്യൻ പാപിയാണ്. വിശുദ്ധ വേദകോസ് അടിവരിയിട്ടുകൊണ്ട് ലോകത്തോട് പ്രസാദിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പകൽക്കാല മതങ്ങളോടൊപ്പം പ്രാർത്ഥന ശ്ലോകങ്ങളോടൊപ്പം മനുഷ്യൻ പാപിയാണ് പാപിയാണ് പാപിയാണെന്ന് പറഞ്ഞ് മനുഷ്യനെ തള്ളിക്കളയുന്ന ഒരു ബൈബിൾ ഒരു സന്ദേശമല്ല സുവിശേഷം എന്ന് പറയുന്നത്. അതേ ബൈബിൾ തന്നെ പാപത്തിന്റെ പരിഹാരകനെ ലോകത്തിന് കൈമാറുന്നുണ്ട്. മനുഷ്യൻ പാപിയാണെന്ന് മുദ്ര കുത്തുമ്പോൾ തന്നെ പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു രക്ഷാമാർഗത്തെ ലോകത്തിന് കൈമാറുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പറയുന്നത്. പാപവിമോചകനെ ലോകത്തിന് സമ്മാനിച്ച, പാപത്തിന് മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു രക്ഷകനെ ലോകത്തിന് സമ്മാനിച്ച അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. പാപിയായ മനുഷ്യനെ നിത്യമായ നരകത്തിന് വീണ്ടെടുത്തുകൊണ്ട് നിത്യമായ സ്വർഗം പ്രദാനം ചെയ്യുവാൻ ഒരുവൻ ലോകത്തിൽ മനുഷ്യവേഷമെടുത്ത് ദാസരൂപമായി ലോകത്തിൽ പുറവിയെടുത്തിട്ടുണ്ട്. അവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് കാലഘട്ടത്തെ ഏടിയെന്നും ബിസി നിരതിരിച്ചുകൊണ്ട് കാലത്തിലേക്ക് കടന്നു വന്ന ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങളുടെ ആരാധന പുരുഷനായ ഞങ്ങളുടെ അഭിമാനധാരമായ നസ്രേനായ യേശു. അതേ പ്രിയപ്പെട്ടവരെ, യേശു ദൈവമായിരുന്നു. എന്നാൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിന് മനുഷ്യനായി 2023 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദിയിലെ ബേത്ലഹേമിൽ യേശു പിറന്നു. എന്തിനു വേണ്ടി? മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. അതുകൊണ്ട് ജന്മം കൊടുക്കാൻ വന്ന മറിയോട് ദൈവദൂതൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അതേ സ്നേഹിത, യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. എവിടെ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവൻ? രോഗിയാണെങ്കിൽ രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ വൈദ്യശാസ്ത്രത്തിനോട് വൈദ്യന്മാർക്ക് കഴിഞ്ഞേക്കാം. സാമ്പത്തിക തകർച്ചയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കുവാൻ സമ്പത്തിന് കഴിഞ്ഞേക്കാം, സ്നേഹിതന്മാർക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ നിത്യമായ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ കാരണമായി വാഴുന്നതായ പാപത്തിന് രക്ഷിക്കുവാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനക്കാർക്കും കഴിയത്തില്ല, ഒരു തത്വസംഹിതകൾക്കും കഴിയത്തില്ല, ഒരു മതങ്ങൾക്കും കഴിയത്തില്ല, ഒരു പുണ്യപ്രവൃത്തികൾക്കും കഴിയത്തില്ല, ഒരു ധ്യാനങ്ങൾക്കും കഴിയത്തില്ല, ഒരു കർമ്മങ്ങൾക്കും കഴിയത്തില്ല, ഒരു ത്യാഗങ്ങൾക്കും കഴിയത്തില്ല, ഒരു കണ്ണുനീരുകൾക്കും കഴിയത്തില്ല. എന്നാൽ പാപത്തിന് താങ്കളെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ ലോകത്തിലുണ്ട്. അവനെത്രേ ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിങ്ങളോട് വിളിച്ചറിയിക്കുന്ന നസ്രേനായ യേശു. അതേ പ്രിയപ്പെട്ടവരെ, പാപിയായ മനുഷ്യന് വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്നവനാണ് നസ്രേനായ യേശു. അതുകൊണ്ട് യേശുവിന് വരൂരിക്കാൻ വന്ന സ്നാപക യോഹന്നാൻ ആ യേശുവിനെ കണ്ടിങ്ങനെ പറഞ്ഞിതാ, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊലിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതേ ബൈബിൾ യേശുവിനെ ഇങ്ങനെയാണ് പ്രസ്താവിക്കുന്നത്, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസ്യവും എല്ലാവരും
അംഗീകരിക്കുവാൻ യോഗ്യമായ വചനം തന്നെ പാപിയായ മനുഷ്യന് വേണ്ടി ലോകത്തിൽ മനുഷ്യവേഷമെടുത്ത് പാപിയായ മനുഷ്യരെ സ്നേഹിച്ച് അവരോട് ഒരുമിച്ച് സഹവർത്തിച്ച് അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ദൈവമാണെന്ന് ലോകത്തിനുമ്പാകെ യേശു തെളിയിച്ചു. അതേ സുഹൃത്തേ, യേശു ചെന്ന സകല മേഖലകളെയും യേശു ജയം കൈവരിക്കുവാനായിട്ടിടയായിട്ടുണ്ട്. യേശു ചെന്നതായ ഇടങ്ങളിൽ യേശു രോഗങ്ങളെ സൗഖ്യമാക്കി, അല്ല എല്ലാ രോഗങ്ങളെയും യേശു സൗഖ്യമാക്കി. പ്രകൃതിയെ ശാസിച്ചുകൊണ്ട് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ടെന്ന് യേശു തെളിയിച്ചു. പ്രിയപ്പെട്ടവരെ, മറിച്ച് മാത്രമല്ല, നാറ്റം വെച്ച ലാസർ എന്ന് പറയുന്ന മനുഷ്യന്റെ കല്ലറുടെ മുമ്പിൽ വന്ന് ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ അഴിയ ശരീരത്തോടെയല്ല, യൗവന ശരീരത്തോടുകൂടെ ഹാലിൽ പുറത്തു വന്ന് മരണത്തിന്റെ മൂലം തനിക്ക് അധികാരമുണ്ടെന്ന് യേശു ലോകത്തിന് മുമ്പാകെ തെളിയിച്ചു. അങ്ങനെ കൈതൊട്ട പോയ ഇടങ്ങളിൽ സർവ മേഖലകളിലും ദൈവമാണെന്ന് താൻ തെളിയിക്കുവാനായിട്ടിടയായി. അനന്തരം ഇതാ ഗെത്സമനിയിൽ പ്രാർത്ഥന നിരതനായി ശിഷ്യന്മാരുമായി രാത്രിയിൽ ഇരിക്കുമ്പോൾ ഒരു കൂട്ടം പട്ടാളക്കൂട്ടം യേശുവിനെ പിടിക്കാൻ വരികയാണ്. എന്നാൽ രാത്രി ആരാണ് യേശു എന്നറിയാതെ തപ്പിത്തടയുമ്പോൾ യേശു ചോദിക്കുന്നു, നിങ്ങൾ ആരെ തിരയുന്നു? മറുപടി, ഞങ്ങൾ നസ്രേയനായ യേശുവിനെ തിരയുകയാ. അത് കേട്ടിട്ട് യേശു കൊടുക്കുന്ന മറുപടി ശ്രദ്ധേയമാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന, നിങ്ങൾക്ക് വിചാരണയ്ക്ക് വിധേയപ്പെടുത്താൻ ഒരുങ്ങുന്ന, ആളെ നിങ്ങൾ പരിഹസിക്കാൻ ഒരുങ്ങുന്ന 39 അടികളാൽ ചാട്ടവാറിനാൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ഊർദ്ധമാക്കാൻ ഒരുങ്ങുന്ന, അല്ലെങ്കിൽ 2 കള്ളന്മാരെ നടുവിൽ 13 അടികളാൽ നിങ്ങൾ ഘോഷിക്കാൻ ഒരുങ്ങുന്ന, നിങ്ങൾ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുവാൻ നിങ്ങൾ ഒരുങ്ങുന്ന, നിങ്ങൾ അന്വേഷിക്കുന്ന അന്വേഷണ പുരുഷനായ യേശു ഞാൻ തന്നെ എന്ന് പറഞ്ഞ് യേശുവിന് മരണത്തിന് വിധേയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. അതേ സുഹൃത്തെ, ഞങ്ങൾ പറയാം, ഇരുളിന്റെ മറവിലൂടെ മറഞ്ഞു നിൽക്കുന്ന യേശുവിനെയോ ഇരുളിന്റെ മറയിലൂടെ ഓടിപ്പോകുന്ന യേശുവിനെയല്ല, നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന് തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു യേശു. അവസാനം യേശുവിനെ പിടിച്ചു. ഒരു രാത്രിയിൽ മാറി മാറി യേശുവിനെ വിസ്തരിച്ചു. ഒടുവിലത്തെ വിസ്താരയിൽ പീലാത്തോസ് യേശുവിനെ വിസ്തരിക്കുന്ന ശ്രദ്ധേയമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് ജനസമൂഹം മൊത്തത്തിൽ ആ തട്ടകസിച്ച് വിളിച്ചു പറയുകയാ, ഇവനെ ഘോഷിക്കുക, ഇവനെ ഘോഷിക്കുക എന്ന് പറയുമ്പോൾ മറുവശത്ത് മൗനം പാലിച്ചു നിൽക്കുന്ന യേശുവിനെ മൗനത പീലാത്തോസിന്റെ മേൽ ആശ്ചര്യം പ്രകടിപ്പിക്കാനിടയായി. അനേകരെ വിചാരണയ്ക്ക് വിധേയമാക്കിയ പീലാത്തോസ്, അനേകർക്ക് ന്യായമായ ശിക്ഷ കൊടുത്ത പീലാത്തോസ് ഒരുപക്ഷെ കുറ്റക്കാരെന്ന് മറുവശം ഏറ്റുപറയുമ്പോൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് നിലവിളിക്കുന്ന അനേകരുടെ നിലവിളിയും ഉത്തരം കൊടുക്കുന്ന അനേകരെയും പീലാത്തോസ് കണ്ടപ്പോൾ അവരെക്കാൾ വ്യത്യസ്തമായി ഒരു ജനസമൂഹം കുറ്റക്കാരനെന്ന് വിധിച്ചുകൊണ്ട് ഘോഷിക്ക എന്ന് ആക്രോശിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ ഇതുവരെ കാണാത്ത ഒരു രംഗത്തിന് പീലാത്തോസ് കാണുവാനായിട്ടിടയായി. മൗനം പാലിച്ചു നിൽക്കുന്ന യേശുവിനെ മൗനത കണ്ടുകൊണ്ട് പീലാത്തോസ് ഇങ്ങനെ വായെടുത്ത് സംസാരിച്ചു പറഞ്ഞു, യേശുവേ, നിനക്കറിയാമോ എനിക്ക് അധികാരമുണ്ട്, നിന്നെ വിട്ടയക്കുവാനും നിന്നെ ഘോഷിക്കുവാനും എനിക്ക് അധികാരമുണ്ട്. അതിനർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ സ്നേഹിതരെ, നീ നിന്റെ വായൊന്ന് തുറക്ക്, നിന്റെ മുഖത്തെ ഒന്ന് ഉയർത്തൂ, നീ നിന്റെ നീതി ഒന്ന് പ്രസ്താവിക്കൂ. നിന്റെ നീതി കേട്ട് എനിക്ക് നിന്നെ വിട്ടയക്കാൻ അധികാരമുള്ള ഒരു അധികാരസ്ഥനാണ് ഞാനെന്ന് പീലാത്തോസ് ആവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മൗനം പാലിച്ചു നിൽക്കുന്ന യേശുവിന്റെ മൗനതയാണ് ലോകത്തിന് ബൈബിളിൽ കാണാൻ കഴിയുന്നത്. ആരവാരം അധികമാകുന്നതല്ലാതെ കുറയുന്നെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് അവസാനം യേശുവിനെ ഘോഷിക്കുവാനായി സമ്മതം കൊടുക്കാനിടയായി തീർന്നു. 1 അടികളാൽ യേശുവിനെ ശരീരം ഒഴിവുചാലുകൾ നീളത്തി കീർന്നുപോലെ ഉഴുതു മറിക്കപ്പെടുവാനായിട്ടിടയായി. അതേ പ്രിയപ്പെട്ടവരെ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് യേശു വിരുദ്ധമാക്കപ്പെട്ടു. പച്ചപ്പാൽമരെ കുറിച്ച് തന്റെ ചുമലിൽ വെച്ചുകൊണ്ട് വീണ്ടും എഴുന്നേറ്റ് ഇതാ ഗോൽഗോഥ മല ലക്ഷ്യമാക്കി യേശു യാത്ര ചെയ്തു. അവസാന 2 കള്ളന്മാരെ നടുവിൽ 3 ആണികളാൽ യേശുവിനെ ക്രൂശിച്ചു. ക്രൂശിച്ചനന്തരം പട്ടാളത്തിൽ ഇവൻ പരിഹസിച്ചു, നീ ദൈവമല്ലേ, അതുകൊണ്ട് ക്രൂശിൽ ഇറങ്ങി വാ എന്ന് അവരോട് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ശാരീരികമായും മാനസികമായി വേദന അനുഭവിക്കുന്ന നസ്രയനായ യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും ചെയ്ത യേശു, പ്രിയപ്പെട്ടവരെ, ആ ക്രൂശിനെ സഹിക്കുന്ന രംഗമാണ് ബൈബിൾ ലോകത്തിന് വെളിപ്പെടുത്തുന്നത്.
പലരും തെളിഞ്ഞ് ഞങ്ങളോട് ചോദിക്കാറുണ്ട്, അയ്യോ സ്വയമായി രക്ഷപ്പെടാൻ കഴിയാത്ത യേശുവാണോ ഞങ്ങളെ രക്ഷിക്കുന്നത്? അല്ല ശ്രോതാവേ, അല്ല സഹോദര, സ്വയമായി രക്ഷ നേടാൻ കഴിയാത്ത, പരാജയപ്പെട്ടുപോയ, ശക്തി മുഴുവൻ നഷ്ടപ്പെട്ടുപോയ ഒരു യേശുവല്ല. ഇന്ന് പകൽ ഞങ്ങൾ പറയാൻ, ലോകത്തിലെ സർവ്വസൈന്യവും സകല ആയുധമായി അണിനിരുന്നാലും യേശുവിനെ പിടിക്കാൻ കഴിയത്തില്ല, യേശുവിനെ ക്രൂശിക്കാൻ കഴിയത്തില്ല. പിന്നെ എന്തേ യേശുവിനെ ക്രൂശിച്ചു? പിന്നെ എന്തേ യേശു ക്രൂശിക്കപ്പെട്ടു? ഞങ്ങൾ വിളിച്ചു പറയാം, പ്രിയപ്പെട്ടവരെ, ജീവിച്ച് ജീവിതം തീർക്കാൻ വന്നവനല്ല, മറിച്ച് പാപിയായ മനുഷ്യന് പകരക്കാരനാകുവാൻ, അതേ സഹോദര, നിത്യമായ നരകത്തിലേക്ക് താങ്കളെ തള്ളിക്കളയുവാൻ ഏക കാരണമായി താങ്കളിൽ നിന്ന് വാഴുന്നതായ പാപത്തിന് പരിഹാരമരുത്തി താങ്കളെ നിത്യതയിലേക്ക് അടുപ്പിക്കുവാൻ, നിത്യ സ്വർഗരാജ്യം താങ്കൾക്ക് കൈമാറുവാൻ താങ്കൾക്ക് പകരക്കാരനാകുകയായിരുന്നു. പാപത്തിന്റെ ശമ്പളമായ മരണം താങ്കൾക്ക് പകരമായി തന്റെ ശരീരത്തിൽ യേശു ഏറ്റെടുക്കുകയായിരുന്നു. ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയാം, അതുകൊണ്ട് ഗെത്സമനയിലെ യേശുവിന്റെ മൗനത നിങ്ങളോടുള്ള യേശുവിന്റെ സ്നേഹത്തിന് പ്രകടനമായിരുന്നു. പിലാത്തോസിന് മുമ്പിലെ യേശുവിന്റെ മൗനത, സഹോദര, നിങ്ങളോടുള്ള യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രകടനമായിരുന്നു. കാൽവരി ക്രൂശിൽ പരമയാഗമാക്കപ്പെടുമ്പോഴും വേദന സഹിച്ചുകൊണ്ട് ക്രൂശിനെ സഹിച്ചത് നിങ്ങളോടുള്ള യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രകടനമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജാതിയുടെ, ഭാഷയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, പള്ളിയുടെ, പട്ടക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് സൗജന്യമായി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതായ രക്ഷയെ നിങ്ങൾ അവഗണിക്കുവാനായിട്ടുള്ളയാകരുത്. എന്നാൽ മരണത്തിനപ്പുറം മനുഷ്യന് ജീവിതമുണ്ട് എന്ന് യേശു തന്റെ ഉയർപ്പിലൂടെ തെളിയിച്ചു. ലോകത്തിൽ നിന്നപ്പോൾ യേശു പറഞ്ഞു, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഭയപ്പെട്ട ഭരണകൂടം ആവോളം അധ്വാനിച്ചു യേശുവിന് ഉയർപ്പിനെ തടയുവാൻ. യേശുവിനെ അടക്കിയ കല്ലറ മുമ്പിൽ 4 ടൺ ഭാരമുള്ള വലിയ കല്ല് കൊണ്ട് ഉരുട്ടി വെച്ച് അവസാനിപ്പിച്ചില്ല. ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു, തൃപ്തിപ്പെട്ടില്ല. റോമനും വീരമുദ്ര കൊണ്ട് മുദ്ര വെപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും അവർ അവസാനിപ്പിച്ചില്ല. റോമൻ പട്ടാളക്കൂട്ടത്തെ കാവൽ നിർത്തി. എന്നാൽ 3-ാം ദിവസം, ഈ മരണമേ നിന്റെ ജയം എവിടെ? ഈ മരണമേ നിന്റെ വിഷമുള്ളവിടെന്ന് ചോദിച്ച് മരണത്തെയും പാതാളത്തെയും ഒരേപോലെ തോൽപ്പിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. അമ്മൂമ്മക്കഥയല്ല, 8 കഥയല്ല. പ്രിയപ്പെട്ടവരെ, പാലസിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ദർശിക്കൂ. നിങ്ങൾക്ക് അവിടെ ഒരു കല്ലറ കാണാം. ലോകത്തിലെ സകല മഹാരഥന്മാരുടെ കല്ലറകൾ ഭൂമിയുടെ ഭൂമിക തടക്കപ്പെട്ട് കിടക്കുന്നു. പല കല്ലറയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന അന്ത്യവിശ്രമം കൊള്ളുന്നു. എന്നാൽ യേശുവിന്റെ കല്ലറ നിങ്ങൾ ദർശിക്കൂ. അടക്കപ്പെട്ട കല്ലറയല്ല, തുറന്നു കിടക്കുന്ന കല്ലറ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ പറയട്ടെ, തുറക്കപ്പെട്ട് കിടക്കുന്ന ഏക കല്ലറ ലോകത്തിലുണ്ടെങ്കിൽ അതിനാശ്രയനായ യേശുവിന്റെ കല്ലറയാ. അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നല്ല, യേശു ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതേ ശ്രോതാവേ, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും ജനമുണ്ടെന്നും ഒരു ഉയർപ്പുണ്ടെന്നും യേശു തന്റെ ഉയർപ്പിലൂടെ ലോകത്തിനുമാകെ തെളിയിച്ചെങ്കിൽ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരണം മനുഷ്യ ജീവിതത്തിന്റെ അവസാനമല്ല. ഇന്നില്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങൾ മരണ കവാടത്തിലൂടെ കടന്നുപോയേ മതിയാകൂ. പക്ഷെ പാപത്തിൽ ജനിച്ച് പാപയായി തന്നെ നിങ്ങൾ മരിച്ചുപോയാൽ കാത്തിരിക്കുന്നത് കെടാത്ത തീ, ചാകാത്ത പുഴുവായ നിത്യനരകം അല്ല. നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഏകദൈവമായ യേശു, യേശുവിന്റെ പാപപരിഹാരിയാകും നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നിങ്ങളെപ്പോലെ ഞങ്ങൾ ഇന്നലകളിൽ ഈ സുവിശേഷം കേട്ട് വിശ്വസിച്ചവരാണ് ഞങ്ങൾ, പ്രിയപ്പെട്ടവരെ. എന്നാൽ ഞങ്ങളൊന്നും നോക്കിയില്ല, സമുദായം നോക്കിയില്ല, ഭവനം നോക്കിയില്ല, പ്രിയപ്പെട്ടത് നോക്കിയില്ല, പ്രിയപ്പെട്ടവരെ, കുടുംബ മഹിമ ഒന്നും നോക്കിയില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ആത്മാവിന്റെ രക്ഷയാ. ഇവിടെ പിടിഞ്ഞു മരിക്കേണ്ടി വന്നാലും ഞങ്ങൾക്ക് ശങ്കയില്ല. കാരണം ഇവിടുത്തെ മരണം ഞങ്ങൾക്ക് നിത്യതയിലേക്ക്, സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. അതുകൊണ്ട് ഇതാ സുപ്രസാദകാലം, ഇതാ രക്ഷാദിവസം. ലോകത്തിൽ സമാധാനം നൽകുന്ന സന്ദേശവും മരണത്തിനപ്പുറം നിങ്ങൾക്ക് സ്വർഗരാജ്യം നൽകുന്ന സന്ദേശവും അത് യേശുവിന്റെ സന്ദേശം മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ സന്ദേശത്തിന്റെ അർത്ഥങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് യേശു രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനകൾ സ്വീകരിച്ച് ആത്മാവിലെ സത്യത്തിലും ആരാധിച്ച് നിത്യമായ സ്വർഗരാജ്യം പ്രാപിപ്പാൻ ഞങ്ങളുടെ കേൾവിക്കാരെ ഒരുക്കട്ടെ എന്നുള്ള ആത്മാർത്ഥ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുന്നു. കർത്താവ് നിങ്ങളെ